ബിഗ് ബോസ് മലയാളം സീസൺ 7 പൂർത്തിയായിട്ട് ഒരു മാസം പിന്നിടുന്നു. പക്ഷേ സീസൺ വിജയിച്ച അനുമോൾക്കോ ടോപ്പ് 5-ൽ ഇടം പിടിച്ച മത്സരാർത്ഥികൾക്കോ ഇല്ലാത്തോളം തിരക്കാണ് രേണുസുതിക്ക്. 30 ദിവസമാണ് രേണുസുതി ബിഗ് ബോസ് ഹൗസിൽ ചിലവഴിച്ചത്. പരിഹസിച്ചവരുടെ മുന്നിൽ ലാലേട്ടനൊപ്പം വേദി പങ്കിട്ട് പകരം വീട്ടുക എന്നത് മാത്രമായിരുന്നു ബിഗ് ബോസ് അവസരം തേടിയെത്തിയപ്പോൾ രേണുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആഗ്രഹിച്ചതെല്ലാം സാധിച്ച് അപമാനിച്ചവർക്ക് മുന്നിൽ കൃത്യമായ മറുപടിയും നൽകിയാണ് രേണു തിരിച്ചിറങ്ങിയത്. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം കേരളത്തിലും വിദേശത്തുമെല്ലാമായി പ്രമോഷൻ, ഉദ്ഘാടനങ്ങൾ എല്ലാമായി തിരക്കിലാണ് രേണു. ഒപ്പം അഭിനയത്തിലും സജീവമാണ്. ഇപ്പോൾ ഇതാ വീണ്ടും രേണു ചർച്ചാ വിഷയമായി മാറുന്നു. അതിനു കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചില വീഡിയോകളാണ്. ടോപ്പ് ബ്രാൻഡ് ജ്വല്ലറികളിലൊന്നായ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായുള്ള ഡയമണ്ട് സെക്ഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് രേണു എത്തിയത്. ആദ്യമായാണ് ഇത്രത്തോളം വലിയൊരു ടോപ്പ് ബ്രാൻഡുമായി ചേർന്ന ഒരു പ്രൊമോഷൻ പരിപാടിയിൽ രേണു ഭാഗമാകുന്നത്. ബോച്ചയ്ക്കൊപ്പം 5 മാസം മുമ്പ് ഒരു ഫാഷൻ ഷോയിൽ രേണു ടോപ്പറായി എത്തുകയും റാംബാക്ക് നടത്തുകയും ചെയ്തിരുന്നു. അന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ സ്റ്റാറ്റസുമായി ചേർത്തും ബോഡി ഷെയിം ചെയ്തും നിരവധി കമന്റുകളും വീഡിയോകളും രേണുവിനെതിരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്ന് പരിഹസിച്ചവരെ കൊണ്ട് പുതിയ വീഡിയോ കണ്ട് കൈയടിപ്പിക്കാൻ രേണുവിന് കഴിഞ്ഞു. തോൽക്കില്ലെന്ന് തീരുമാനിച്ചു തന്നെയാണ് താൻ ഇറങ്ങിയിരിക്കുന്നതെന്നും ആരെന്ത് പറഞ്ഞാലും കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് അന്ന് രേണു പ്രതികരിച്ചത്. അത് ഓരോ നിമിഷത്തിലും രേണു പ്രാവർത്തികമാക്കുന്നു. ഉദ്ഘാടനം മാത്രമല്ല, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ ഇട്ടുനോക്കി ആസ്വദിക്കാനും രേണുവിന് സാധിച്ചു. അക്കൂട്ടത്തിൽ 3 ലക്ഷം വിലയുള്ള ഒരു നെക്ലേസ് ബോച്ചെ രേണുവിന് സമ്മാനിച്ചതായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് വ്യക്തമല്ല. രേണുവോ ബോച്ചയോ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അടുത്തിടെയാണ് ആദ്യമായി ഒരു സ്വർണ്ണമാല രേണു അണിഞ്ഞത്. അതും ദുബായിൽ പ്രമോഷനായി പോയപ്പോൾ ആരാധകരിൽ ഒരാൾ രേണുവിന് സമ്മാനിച്ചതാണ്. അത് ഇപ്പോഴും രേണുവിന്റെ കയ്യിലുണ്ട്. എല്ലാ പണവും കുടുംബത്തിന് വേണ്ടിയാണ് രേണു ചിലവാക്കുന്നത്. തനിക്കായി ഒന്നും വാങ്ങാറില്ലെന്ന് താരം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്.